സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ ഇളവ് ലഭിച്ചതിനെതിരെ എങ്ങും പ്രതിഷേധം അലയടിക്കുന്നു. സൗമ്യ വധക്കേസിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞാലും ഗോവിന്ദച്ചാമിക്ക് ജയിലിൽ നിന്നും പെട്ടെന്ന് പുറത്തിറങ്ങാനാകില്ല. 2 കേസുകളിൽ കൂടി ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങാനാകുക 2022 ഒക്ടോബറിൽ. ശിക്ഷ ഇളവ് ലഭിച്ചത് പ്രോസിക്യൂഷന്റെ പരാജയമാണെന്നും ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ നിയമമന്ത്രി A.K. ബാലന് അർഹതയില്ലെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം V. മുരളീധരൻ. ബക്കളം സ്വദേശിയും പറശ്ശിനിക്കടവ് AUP സ്കൂൾ പ്യൂണുമായ രജീഷിനെ കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് അറസ്റ്റിലായത് നെല്ലിയോട്ടെ പാർച്ചേനിത്തറയിൽ രാകേഷ്. ആസൂത്രിത കൊലപാതകമെന്ന് പോലീസ്. ചപ്പാരപ്പടവ് റോഡരികിൽ മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു. വൻ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കി അഴുകിയ ഇറച്ചി മാലിന്യങ്ങൾ തള്ളി. കുറ്റക്കാരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. സൗമ്യ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഗോവിന്ദച്ചാമിക്ക് പെട്ടെന്ന് ജയിലിൽ നിന്നും ഇറങ്ങാനാകില്ല. 2 കേസുകളിൽ കൂടി ശിക്ഷ അനുഭവിക്കേണ്ടതിനാൽ 2022 ഒക്ടോബറിൽ മാത്രമേ ഗോവിന്ദച്ചാമിക്ക് പുറത്തിറങ്ങാനാകൂ എന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് S. അശോക് കുമാർ. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. 7 കൊല്ലമായി കൊടുത്ത ശരിയാണെങ്കിൽ 3-5-17 റിലീസാകും. കാരണം ഈ ഡെസനസ് ആയതുകൊണ്ട് നമ്മൾ ഇയാൾക്ക് ജോലിയൊന്നും കൊടുത്തിട്ടില്ല. ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഇളവ് സാധാരണ എല്ലാ തടവുകാരും കിട്ടുന്ന ഇളവുകൾ ലഭിക്കുകയുള്ളൂ. അത് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇളവില്ല എല്ലാ സ്ഥിതിക്ക് അയാൾ 3-5-17 റിലീസ് ആവേണ്ടിയിരുന്നതാണ്. പക്ഷേ ഇദ്ദേഹത്തിന് വേറെ 2 കേസുകളുണ്ട്. സേലത്തെ ഒരു പിടിച്ചുപറി കേസിൽ ഒരു 7 കൊല്ലം ശിക്ഷയുണ്ട്. അതിനകത്തൊരു 3 കൊല്ലം ഏകദേശം സെറ്റ് ഓഫ് ഉണ്ട്. അന്ന് റിമാൻഡ് പീരീഡ് കിടന്നത് പിന്നീട് കുറവ് കൊടുത്തിട്ടുണ്ട്. കോടതിയാണ് ചെയ്യുന്നത്, കുറവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ജയിലിനകത്ത് ആശാനൊരിക്കൽ ഇവിടുത്തെ ക്യാമറയൊക്കെ ഒരിക്കൽ അടിച്ചു ചേർത്ത് PDPP റൂൾ നിയമപ്രകാരം പുള്ളി ഒരു 10 മാസം ശിക്ഷിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 5 മാസം ഇളവ് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-10-22 റിലീസാവും ഇപ്പോഴത്തെ കണക്കിന്. പിന്നെ അയാൾ നല്ലവനായി ജോലിയൊക്കെ ചെയ്ത് ഡെത്തല്ലല്ലോ, ജോലിയൊക്കെ ചെയ്ത് ഇളവ് നേടുകയാണെങ്കിൽ താഴോട്ട് വരാം, കുറയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ 22-ാം വർഷം വരെ ജയിൽ കിടക്കട്ടെ. പക്ഷെ അയാൾക്ക് എന്തോ അയാളെ മനസ്സിൽ അയാൾ പറയുന്നുണ്ടായിരുന്നു വെറുതെ ഇവിടെ ഒന്നൊക്കെ പറഞ്ഞായിട്ട് കേൾക്കുന്നുണ്ട്. വെറുതെ ഇവിടെ ഒന്നും അയാൾ തെളിവില്ലെന്ന് അയാൾ പറയുന്നു. കാരണം വിവരങ്ങളൊക്കെ അറിയാനുള്ള സംവിധാനമുണ്ട്. ഇയാൾക്ക് ഫോൺ ചെയ്യാം, ചിലപ്പോൾ പിന്നെ വേറെ ആൾക്കാർ വന്ന് പറയാം. അതൊക്കെ വിവരങ്ങളൊക്കെ അയാൾ അറിയുന്നുണ്ട്. വക്കീല് വന്നിട്ടുണ്ടായിരുന്നു. വക്കീലിന് വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള അനുവാദം കൊടുക്കേണ്ട ആവശ്യം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം ലീഗൽ എയ്ഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. സൗമ്യ വധക്കേസിൽ ശിക്ഷാ കാലാവധി അവസാനിക്കാൻ 1.5 വർഷം കൂടി മതി. എന്നാൽ 2014 ഏപ്രിലിൽ സേലത്ത് വച്ച് സ്ത്രീയുടെ മാല പൊട്ടിച്ച കേസിൽ ഗോവിന്ദച്ചാമിക്ക് 7 വർഷം തടവ് വിധിച്ചിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ ബ്ലോക്കിൽ CCTV തകർത്ത കേസിലും 10 മാസം തടവ് അനുഭവിക്കേണ്ടതുണ്ട്. സീൽ ന്യൂസ്, കണ്ണൂർ. ഗോവിന്ദച്ചാമിക്ക് ശിക്ഷ ഇളവ് ലഭിച്ചത് പ്രോസിക്യൂഷന്റെ പരാജയമാണ്. ഇത്രയും കേരളം മുഴുവൻ ഞെട്ടിയ ഒരു സംഭവം ഒരുപക്ഷെ കോടതികളുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒക്കെ വിശ്വാസ്യത കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ഒരു വിധിയായിരുന്നു വിചാരണ കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധി. അതിനെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകാനുള്ള കാരണം തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, ആ തെളിവുകൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ എത്തിക്കുന്നതിൽ സർക്കാരിനുണ്ടായിട്ടുള്ള പരാജയവും വീഴ്ചയാണ് അതിൻ്റെ കാരണം. അത് കേരളത്തിൻ്റെ നിയമവകുപ്പിൻ്റെ പരാജയമാണ്. അതുകൊണ്ട് ഈ മന്ത്രി ഒരു നിമിഷം പോലും കേരളത്തിൽ നിയമവകുപ്പിൻ്റെ ചുമതലയിൽ തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല. അദ്ദേഹം രാജിവെക്കണം ഈ നിമിഷം. ഈ രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് സുഗമമായിരിക്കുകയില്ല. കഴിഞ്ഞ സർക്കാർ നേരിട്ടതുപോലുള്ള വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഈ സർക്കാരിനും നേരിടേണ്ടി വരുമെന്നും V. മുരളീധരൻ പറഞ്ഞു. സീൽ ന്യൂസ്, കണ്ണൂർ.
പറശ്ശിനിക്കടവ് AUP സ്കൂളിലെ പ്യൂണായ രജീഷിനെ കഴിഞ്ഞ 5-നാണ് കാണാതായത്. സ്കൂളിലേക്ക് പുറപ്പെട്ട രജീഷ് സ്കൂളിലെത്തിയെങ്കിലും പിന്നീട് കാണാതാവുകയായിരുന്നു. പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് CI KE പ്രേമചന്ദ്രൻ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ദേശീയപാതയിൽ കുറ്റിക്കോലിൽ അടച്ചിട്ട ഫ്ലൈവുഡ് ഫാക്ടറിയുടെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ നോക്കിയപ്പോഴാണ് മൃതദേഹം പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം രജീഷിൻ്റേതാണെന്ന് മനസ്സിലായത്. നെഞ്ചത്തും മുഖത്തും കുത്തേറ്റ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് കൊലയാളിയെക്കുറിച്ചും മറ്റും ഏകദേശ വിവരങ്ങളും ലഭ്യമായിരുന്നു. ഇതേ തുടർന്നാണ് രജീഷിന്റെ സുഹൃത്തും ധർമ്മശാലയിൽ ടാക്സി ഡ്രൈവറുമായ കാശി എന്ന രാകേഷിന് നേരെ അന്വേഷണം നീണ്ടത്. സുഹൃത്തിന്റെ കാർ വാടകയ്ക്കെടുത്ത് രജീഷിനെയും കൂട്ടി ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് മൃതദേഹം പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടതും. പിന്നീട് തെളിവുകൾ നശിപ്പിക്കുവാനും ശ്രമിച്ചു. കൃത്യം നടത്തിയതിനു ശേഷം ഇയാൾ സൗദി അറേബ്യയിലുള്ള സഹോദരന്റെ അടുത്തേക്ക് പോയിരുന്നു. ഇതറിഞ്ഞ പോലീസ് രാകേഷിന്റെ ജ്യേഷ്ഠനുമായി ബന്ധപ്പെടുകയും ജ്യേഷ്ഠൻ തന്നെ മുൻകൈയെടുത്ത് രാകേഷിനെ നാട്ടിലേക്ക് തിരികെ വിടുകയുമായിരുന്നു. പുലർച്ചെ വിമാനമിറങ്ങിയ രാകേഷിനെ CI KE പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടി. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കൊലപാതകം നടന്നതെന്നും CI പറഞ്ഞു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. പാണപ്പുഴ കരിങ്കച്ചാലിലെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് കത്തി കണ്ടെടുത്തത്. കാറിലെത്തി ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിലേക്ക് കത്തി വലിച്ചെറിയുകയായിരുന്നു. ഇതിനുശേഷം മാതാമംഗലത്തെ ബന്ധുവിന്റെ വീട്ടിലേക്കും പോയിരുന്നു. പ്രതി ഒറ്റക്കാണ് കൊലപാതകം നടത്തിയതെന്നും CI പറഞ്ഞു. പ്രതിയെ പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പറശ്ശിനിക്കടവ് സ്കൂൾ പ്യൂണായ രജീഷിനെ കഴിഞ്ഞ 5-നാണ് കാണാതായത്. കൊലയാളി സുഹൃത്ത് ബക്കളം നെല്ലിയോടെ പാച്ചേനി തറമ്മൽ രാജേഷ്. നാട്ടുകാർക്ക് വിശ്വസിക്കാനായിട്ടില്ല ഇനിയും ഇതൊക്കെ. പൊതുവെ സൗമ്യനും ശാന്തനുമായ വ്യക്തിയായിരുന്നു കൊല്ലപ്പെട്ട രജീഷ്. പ്രതി രാകേഷ് ധർമ്മശാലയിൽ ടാക്സി ഡ്രൈവറും. എന്നാൽ സംഭവത്തിലേക്ക് നയിച്ചത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികാരമായിരുന്നു. ഒരു സ്ത്രീയുമായി രാകേഷിന് ബന്ധമുണ്ടായിരുന്നു. ഇതിനിടെ രജീഷും ഈ സ്ത്രീയുമായി ബന്ധപ്പെടുകയും ഈ സ്ത്രീ പതിയെ രാകേഷിനെ ഒഴിവാക്കുകയും ചെയ്തുവത്രേ. ഇതിന് കാരണം രജീഷാണെന്ന് രാകേഷ് മനസ്സിലാക്കി. പ്രതികാരം മൂത്ത് രജീഷിനെ കൊലപ്പെടുത്താൻ ആസൂത്രണം നടത്തുകയും ചെയ്തു. ഇതിനായി രാകേഷ് സുഹൃത്തിന്റെ കാർ വാടകയ്ക്കെടുത്തു. എന്നിട്ട് സ്കൂളിൽ നിന്നും രജീഷിനെയും കൂട്ടി പറശ്ശിനിക്കടവിൽ ആശുപത്രിക്ക് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി കുത്തി കൊലപ്പെടുത്തി. തുടർന്ന് പൊട്ടക്കിണറ്റിൽ മൃതദേഹം കൊണ്ടിട്ടു. പിന്നീട് തെളിവുകൾ നശിപ്പിക്കുവാനുള്ള ശ്രമവും ഉണ്ടായി. രക്തം പുരണ്ട കാർ പാപ്പിനിശ്ശേരി കാട്ട്യത്തെ വർക്ക്ഷോപ്പിൽ എത്തിച്ചു. ചോര പുരണ്ട സീറ്റ് കവർ മാറ്റാനായിരുന്നു ഇത്. അപകടത്തിൽപ്പെട്ട ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതിനാൽ ചോര പുരണ്ടുവെന്നും സീറ്റ് കവർ മാറ്റണമെന്നും കാർ ഉടമയെയും ധരിപ്പിച്ചു. കൂടാതെ ദൃശ്യം സിനിമയെ അനുകരിച്ച്
മൊബൈൽ ഫോൺ കർണാടകത്തിലേക്ക് പോവുകയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയുടെ മുകളിലേക്ക് ഇടുകയും ചെയ്തു. എന്നാൽ പോലീസ് 1000-ലധികം ഫോൺ കോളുകളും CCTVയും പരിശോധിക്കുകയും കാർ ഉടമയെയും വർക്ക്ഷോപ്പ് ഉടമയെയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ കൊലയാളി രാകേഷാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. കൊലപാതകത്തിന് കുറേ പേരുടെ സഹായം ലഭ്യമാവാൻ സാധ്യതയുണ്ടെന്ന നിഗമനം ആദ്യമുണ്ടായിരുന്നുവെങ്കിലും പ്രതി ഒറ്റയ്ക്ക് തന്നെയാണ് കൃത്യം നിർവഹിച്ചതെന്ന് മനസ്സിലാവുകയും ചെയ്തു. നെഞ്ചത്തും മുഖത്തും കുത്തേറ്റതാണ് മരണത്തിനിടയാക്കിയതും. 32 വയസ്സുള്ള കൊല്ലപ്പെട്ട രജീഷ് അവിവാഹിതനാണ്. 36-കാരനായ രാകേഷ് വിവാഹിതനാണെങ്കിലും വിവാഹബന്ധം ഉപേക്ഷിച്ചിരുന്നു. മൊബൈൽ ഫോണും കൂടെ ഫേസ്ബുക്കും വാട്സപ്പും പോലെയുള്ള നവമാധ്യമങ്ങളുമാണ് ഇവിടെയും വില്ലനായത്. കുടുംബ ബന്ധങ്ങളുടെ തന്നെ തകർച്ചക്കിടയാക്കിയതും. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. ബുധനാഴ്ച രാവിലെ 6 മണിയോടെ പ്രഭാത സവാരിക്കിറങ്ങിയ നാട്ടുകാരിൽ ചിലരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ആൾപ്പാർപ്പില്ലാതെ വർഷങ്ങളായി കിടന്നിരുന്ന വീടിന്റെ ഉത്തരത്തിലാണ് മൃതദേഹം കിടന്നിരുന്നത്. തിരുവോണ ദിവസം വീട്ടിൽ നിന്നും ഉച്ചയൂണ് കഴിച്ചിറങ്ങിയ ഇയാളെ രാത്രി 9 മണിവരെ നാട്ടുകാർ കണ്ടിരുന്നു. തൊട്ടടുത്ത പ്രദേശത്ത് വെച്ച് സദാചാര ഗുണ്ടകൾ ഇയാളെ മർദ്ദിച്ചതായും ആരോപണമുണ്ട്. മരണത്തിൽ വീട്ടുകാർ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസിനെ കൂടാതെ ഫോറൻസിക് വിദഗ്ധർ കൂടി എത്തിയാണ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയത്. പ്രസവശേഷം ഭാര്യയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ നടത്തവെയാണ് മരണം സംഭവിച്ചത്. പ്രാഥമിക പരിശോധനയിൽ ശരീരത്തിൽ അടിയേറ്റ പാടുകൾ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. പരിയാരം SIയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. വിജയനെയാണ് ഭാര്യ. സീൽ ന്യൂസ്, ആലക്കോട്. നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളുടേതാണ് മൃതദേഹമെന്നാണ് സംശയിക്കുന്നത്. 5.5 അടിയോളം ഉയരം തോന്നിക്കുന്ന മൃതദേഹത്തിൽ പാന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആലക്കോട് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. മൃതദേഹം കണ്ടെത്തിയതിന് സമീപത്തു നിന്നും ഒഴിഞ്ഞ കുപ്പിയും ഗ്ലാസും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സീൽ ന്യൂസ്, ആലക്കോട്. ആദ്യം കരാറുകാരനെ കുറ്റം പറഞ്ഞു. പിന്നെ ഉടമസ്ഥാവകാശം പോലീസ് ഏറ്റെടുക്കുന്നതിനെ ചൊല്ലി വിവാദമായി. 1.5 വർഷം സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചതേയില്ല. ഫലമോ കണ്ണൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് അഴിക്കും തോറും മുറുകി. ട്രാഫിക് പോലീസിന്റെ വിസിൽ മാത്രം നിർത്താതെ മുഴങ്ങി. ഒടുവിൽ 2 നാൾ മുമ്പാണ് സിഗ്നൽ സംവിധാനം യാഥാർത്ഥ്യമായത്. ഉദ്ഘാടനം നമ്മോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് UDF അംഗങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ വായ കെട്ടിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞില്ല. സിഗ്നൽ സംവിധാനം മിഴിപൂട്ടി. ഫലമോ ഓണക്കാലത്ത് കണ്ണൂർ നഗരത്തിലേക്ക് ഒഴുകിയ ജനം മുഴുവൻ ഗതാഗതക്കുരുക്കിലായി. കാൾടെക്സിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനത്തെ വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. സീൽ ന്യൂസ്, കണ്ണൂർ.
അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് റോഡിനോട് ചേർന്ന് ഇറച്ചി മാലിന്യങ്ങൾ കൂനകളായി കിടക്കുന്നത് കണ്ടത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കടകളിൽ നിന്നും ഇറച്ചിക്കടകളിൽ നിന്നുമുള്ള മാലിന്യമാണിതെന്ന് പ്രാഥമിക അന്വേഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. റോഡിനോട് ചേർന്നായതിനാൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് പോലും ദുർഗന്ധം കാരണം ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അത് കവർ കൂടെ അല്ലാതെ ഒരു ലോറിയിൽ അങ്ങനെ കൊണ്ട് തട്ടിയ രീതിയിലാണ് വേസ്റ്റ് കിടക്കുന്നുള്ളത്. റോഡ് സൈഡിൽ എന്ന് വെച്ചാൽ റോഡ് എഡ്ജിൽ തന്നെയുള്ളത്. അത് കുറച്ച് അകലെയല്ല, റോഡ് മുട്ടി ആ വരയിൽ കണക്കായിട്ടുള്ള അത് മഴ പെയ്താൽ തിരിച്ച് റോഡിൽ തന്നെ അത് ഒഴുകി തിരിച്ച് ചപ്പാൽപ്പാട് ഭാഗങ്ങളിലും ശാന്തിഗിരി അങ്ങനെ ഭാഗങ്ങളിലും അത് എത്തിപ്പെടും. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള രോഗങ്ങളും ആ ഭാഗങ്ങളിലെല്ലാവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. മഴക്കാലമായതിനാൽ ഇവിടെ നിന്നുള്ള മാലിന്യം റോഡ് വഴി താഴ്ന്ന പ്രദേശത്തേക്ക് ഒഴുകുന്നത് പകർച്ചവ്യാധികൾ പടരാൻ ഇടയാകും. മറ്റു സ്ഥലങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ കൊണ്ട് ചപ്പാരപ്പടവയിൽ തള്ളുന്നത് പതിവായിരിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PJ മാത്യു പറഞ്ഞു. രാത്രിയുടെ മറവിൽ അന്യ പ്രദേശത്തു നിന്നും മാലിന്യങ്ങൾ തള്ളുന്നത് ഈ അടുത്ത കാലത്താണ്, പ്രത്യേകിച്ചും ഈ അവധിക്കാലത്താണ് വന്നത്. അടിയന്തരമായിട്ട് അത് വേസ്റ്റ് അടിയന്തരമായിട്ട് മണ്ണിട്ട് നികത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതാണ്. മേൽ നടപടികളാണ് നമുക്ക് വേണ്ടത്. ഒരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. പഞ്ചായത്തിൽ ഈ കോഴിക്കടകളുമായി ബന്ധപ്പെട്ട അവരുടെ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട്, കർശനതാക്കി നൽകിയിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്നതാണ് ഇത് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. അതുകൊണ്ട് മേലധികാരിയുമായി ബന്ധപ്പെട്ട് തത്വ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപം ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കുന്ന സാഹചര്യത്തിലും ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് വ്യാപക പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. സീൽ ന്യൂസ്, ആലക്കോട്. കണ്ണപുരം കീഴറ കൂലോം ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം, പെനാൾട്ടി ഷൂട്ടൌട്ട് മത്സരം എന്നിവയും അരങ്ങേറി. കീഴറ കൂലോം പരിസരത്ത് നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. തുടർന്ന് 40ഓളം സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സൗജന്യ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പും നടന്നു. അരയാല റെഡ് സല്യൂട്ട് കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് കാക്കാങ്കോവിൽ ക്ഷേത്രക്കുളത്തിൽ നീന്തൽ മത്സരം സംഘടിപ്പിച്ചു. മാങ്ങാട് കാക്കാങ്കോവിൽ ക്ഷേത്രക്കുളത്തിൽ നടന്ന മത്സരം ഗോവിന്ദവാര്യർ ഉദ്ഘാടനം ചെയ്തു. P. മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ആലക്കോട് അരങ്ങം സാംസ്കാരിക വേദി പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ ഓണസദ്യ ഒരുക്കി. അരങ്ങം ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിലാണ് ഓണസദ്യ ഒരുക്കിയത്. KG രാമചന്ദ്രൻ, KK ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി. ഓണാഘോഷത്തിന്റെ ഭാഗമായി പറശ്ശിനിക്കടവ് CFC കമ്പിൽക്കടവിന്റെ ആഭിമുഖ്യത്തിൽ ഓണസദ്യ ഒരുക്കി. തുടർന്ന് നിരവധി കലാപരിപാടികളും അരങ്ങേറി. മയ്യിൽ പാറത്തോട് നവഭാവന വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഓണോത്സവം പഞ്ചായത്ത് അംഗം CK പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TP രൂപേഷ് അധ്യക്ഷത വഹിച്ചു. പൂക്കള മത്സരം, ദീർഘദൂര ഓട്ട മത്സരം, കമ്പവലി എന്നിങ്ങനെ വിവിധ മത്സരങ്ങളും നടന്നു. കുറ്റ്യാട്ടൂർ പഴശ്ശി ഞാലിവട്ടം വയൽ സോപാനം കലാകായിക വേദി നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് അംഗം KK ഉഷ ഉദ്ഘാടനം ചെയ്തു. സോപാനം കലാകായിക വേദി പ്രസിഡന്റ് KK ശ്രീപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി പഴയങ്ങാടി വെങ്ങരയിലെ വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ വടുകുന്ത ശിവക്ഷേത്രത്തിൽ പൂക്കളമൊരുക്കി. തുടർന്ന് നിരവധി കലാപരിപാടികളും അരങ്ങേറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം സീൽ ന്യൂസ്. കേരള NGO ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ രണ്ടാമത്തെ തവണയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു സംരംഭം ഒരുക്കുന്നത്. ഓണം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഹോട്ടലുകളടക്കം അവധിയായതിനാൽ ആശുപത്രിയിലെ രോഗികൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലാകും. ഇതിനൊരു പരിഹാരമായാണ് കാരുണ്യ ടീ ഷോപ്പ് ആരംഭിച്ചത്.
തീർത്തും സൗജന്യമായി രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെയാണ് ഭക്ഷണ വിതരണം നടത്തിയത്. ചായ, കാപ്പി, പാൽ, മുട്ടയപ്പം, നെയ്പത്തൽ, ബിസ്ക്കറ്റ്, പഴം തുടങ്ങിയവയായിരുന്നു വിതരണം ചെയ്തത്. 1200ഓളം പേർ കാരുണ്യ ടീ ഷോപ്പിന്റെ സേവനം ഉപയോഗപ്പെടുത്തി. കാരുണ്യമനസ്കരായ ഓട്ടോ ഡ്രൈവർമാർക്കുള്ള പെട്രോ കാർഡ് വിതരണവും നടത്തി. നഗരസഭാ ചെയർമാൻ അള്ളാംകുളം മഹമ്മൂദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സി മൊയ്തീൻ, എൻ റജിൽ, MP രാജേന്ദ്രൻ, KV ഹനീഫ, EP സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് പ്രോജക്റ്റ് ഹോപ്പ്. ഇവർ 3ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 35ാമത്തെ പരിപാടിയാണ് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ചത്. അനാഥരെയും അഗതികളെയും മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയും കണ്ണൂർ ടൗൺ സ്ക്വയറിൽ എത്തിച്ചായിരുന്നു ഓണാഘോഷം. പാട്ടുപാടി അവർക്കൊപ്പം സംഘാംഗങ്ങൾ നൃത്തം വെച്ചു, ഓണക്കോടി നൽകി, പൂക്കളമൊരുക്കി. ആരും അനാഥരല്ലെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായി പരിപാടി. പട്ടുവം സ്നേഹനികേതൻ, തോട്ടട അപൂർവാശ്രമം, മേലെ ചൊവ്വയിലെ ക്യാബ് സ്പെഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിലെ 200ഓളം പേരെയാണ് പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. തുടർന്ന് ഇവർക്ക് ഭക്ഷണവും നൽകി. പിന്നീട് പയ്യാമ്പലം കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. വിദ്യാർത്ഥികളായ 150ഓളം പേരുടെ ഒരുമയിലാണ് പ്രോജക്റ്റ് ഹോപ്പ് പ്രവർത്തിക്കുന്നത്. സീൽ ന്യൂസ്, കണ്ണൂർ. ഏറ്റുപാറ സ്വദേശി ജോസഫാണ് പക്ഷിമേള സംഘടിപ്പിക്കുന്നത്. പക്ഷികളെ പേര് ചൊല്ലി വിളിച്ച് മുത്തമിടാൻ പറഞ്ഞാൽ ജോസഫിന്റെ കവിളിൽ അവ മുത്തമിടും. സംഗണൂറി പക്ഷികളാണ് ഇവ. അപൂർവ ഇനം പക്ഷികളാണ് ഇവിടെ. ഗോൾഡൻ ഫെസന്റ്, സിൽവർ ഫെസന്റ് തുടങ്ങിയ പക്ഷികൾക്ക് മയിലിനോളം അഴകുണ്ട്. ഇവയ്ക്ക് പീലികൾ പോലുള്ള വാലുമുണ്ട്. ഗോൾഡൻ സിൽക്കി തുടങ്ങി 50ഓളം ഇനം കോഴികൾ, 100 കണക്കിന് പക്ഷികൾ ഇവിടെ ചിലച്ചുകൊണ്ടിരിക്കുന്നു. ഓസ്ട്രേലിയക്കാരി ഗിനിയുമുണ്ട് ഇവിടെ. മുയൽ, പൂച്ച തുടങ്ങിയവയും ദേശീയ പക്ഷിമേളയിലുണ്ട്. സീൽ ന്യൂസ്, കണ്ണൂർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറെ കൂടി വിപുലമായ രീതിയിലുള്ള ഒരു വള്ളംകളി മത്സരമാണ് ഇത്തവണ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും, എല്ലാ മതവിഭാഗങ്ങളെയും കൂട്ടിയോജിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ടീമുകളെ സംബന്ധിച്ചോളം 25 ആളും 15 ആൾ തുഴയുന്ന വള്ളവും 5 ആൾ തുഴയുന്ന വള്ളവും ഇങ്ങനെയാണ് ഇപ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുള്ളത്. അവരതിൻ്റെ വിവിധ തലങ്ങളിൽ അതിൻ്റെ അവസാനത്തെ പരിശീലനത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ്. നെഹ്റു ട്രോഫി വള്ളം കളി മത്സരത്തിൽ പങ്കെടുക്കുന്ന ചുരുളൻ വള്ളങ്ങളുടെ വാശിയേറിയ മത്സരത്തിനാണ് കുപ്പംപുഴയും ഒപ്പം ഒഴുകിയെത്തുന്ന ജനസഹസ്രങ്ങളും സാക്ഷ്യം വഹിക്കുക. സമാപന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. സ്ഥലം MLA ജെയിംസ് മാത്യു, പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് A രാജേഷ്, വാർഡ് മെമ്പർ ശ്രീമതി സൽമത്ത് തുടങ്ങി വിവിധ കക്ഷി നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. വിവിധ കലാപരിപാടികളും നടക്കും. പത്രസമ്മേളനത്തിൽ M നാരായണൻ, KE ഇബ്രാഹിം, P പൊക്കൻ, KP രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. തോപ്പ് എന്ന പേരിൽ വിവിധ പരിപാടികളായി നാം 2 മാസങ്ങൾക്ക് മുമ്പേ നടത്തി വരികയാണ്. അതിൻ്റെ അന്തിമ ആഘോഷം വരുന്ന 18-ാം തീയതി
കണ്ണൂരിൻ്റെ മേയർ ശ്രീമതി കുമാരി EP ലത ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഒരു ദിവസത്തെ വിവിധ പ്രോഗ്രാമുകളോടുകൂടി നടത്തപ്പെടുകയാണ്. ഹൈക്കോടതി ജഡ്ജിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ കൗസർ എടപ്പകത്ത് സ്നേഹച്ചൂരൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് V. ഖാലിദ്, ബ്രസീൽ ഒളിമ്പിക്സ് പ്രചരണ വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയാകും. വാർത്താ സമ്മേളനത്തിൽ O. മുഹമ്മദ് അസ്ലം, C. സമീർ തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. വൈകുണ്ഠം എവിടെയാ? പാലാഴി മധ്യത്തിലാണ്. പാലായുടെ മകളാണ് ലക്ഷ്മി ദേവി. അപ്പൊ വൈകുണ്ഠം ആർക്ക് അവകാശപ്പെട്ടതാ? ലക്ഷ്മി ദേവിക്ക് അവകാശപ്പെട്ടതാ. അപ്പൊ ശിവനും വിഷ്ണു ഒക്കെ ഇരിക്കുന്നത് എവിടെയാ? ഭാര്യ വീട്ടില. ശിവനും വിഷ്ണുവൊക്കെ ഭാര്യ വീട്ടിലിരിക്കാന്നൊക്കെ എനിക്കൊന്നുണ്ടായിക്കൂടാ, ഞാനെന്നെ മായ വിട്ടുപോകില്ല എന്ന് പറഞ്ഞോട്ടെ. വടക്കേ മലബാറിൽ ആദ്യമായാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീമദ് മഹാഭാരത ഏകാദശാഹ ജ്ഞാനയജ്ഞം നടക്കുന്നത്. ഭക്തദാസൻ സ്വാമി സന്മയാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ആദ്യ ദിനത്തിൽ ആദിപർവം, പൗഷ്യചരിതം, സർപ്പസത്ര പ്രസ്താവന, വിനത കദ്രുചരിതം, ഗരുഡചരിതം, തക്ഷകദംശനം, ആസ്തികചരിതം, വ്യാസജനനം എന്നിവ പാരായണം ചെയ്തു. രണ്ടാം ദിനത്തിൽ അംശാവതരണം, ശകുന്തളോപാഖ്യാനം, യയാതിചരിതം, ഭീഷ്മോൽപത്തി, ധൃതരാഷ്ട്ര പാണ്ഡുവിദ്രോൽപത്തി, കർണോൽപത്തി, കുന്തി വിവാഹം, കൗരവോൽപത്തി, പാണ്ഡവോൽപത്തി എന്നിവയും പാരായണം ചെയ്തു. യജ്ഞത്തിന് 25 ഞായറാഴ്ച സമാപനമാകും. നിരവധി പേരാണ് യജ്ഞത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിൽ എത്തുന്നത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. മന്ത്രിമാരായ C. രവീന്ദ്രനാഥ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പൂന്തോട്ടം പൊടിയൂർ പാണ്ഡുരംഗൻ നമ്പൂതിരിപ്പാട്, കടന്നപ്പള്ളി ശങ്കരൻകുട്ടി മാരാർ, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K. ജയകുമാർ, P.E. ഭാസ്കര മാരാർ, KM ഷാജി MLA, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുക്കും. നമ്മുടെ വടക്കേ മലബാറിൽ ഇങ്ങോട്ടായതുകൊണ്ട് മാത്രം കേരളം മുഴുവൻ ഈ സോപാന സംഗീതത്തെ ജനകീയ കലയാക്കി മാറ്റിയ നമ്മുടെ കേരളത്തിനെ പോലുള്ള ആ ഒരു പരമ്പരയിൽ വരേണ്ട ഒരാളാണ്. ഇപ്പോഴും ഇദ്ദേഹം ചെയ്യുന്നതും അതാണ്. ഒരേ സമയത്ത് കൊട്ടിയൂര് പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒരു മാസക്കാലം അല്ലെങ്കിൽ തളിപ്പറമ്പ് രാജരാജേശ്വരത്തിലേക്കും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ ഇത് ചെയ്യുമ്പോൾ തന്നെ എല്ലാ സാംസ്കാരിക വേദികളും ഇദ്ദേഹം ഈ സോപാന സംഗീതം അവതരിപ്പിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ കലാകാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോപാന സംഗീതം, കേളി, ഗുരുവന്ദനം, ഗുരുപൂജ, നാദസ്വര കച്ചേരി, ഭജനാമൃതം, ഓട്ടൻതുള്ളൽ തുടങ്ങിയവയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ശ്രീധരൻ സംഘമിത്ര, O. നാരായണൻ നാറാത്ത്, രാധാകൃഷ്ണൻ മാണിക്കോത്ത്, PC രമേശൻ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. ആധുനിക സമൂഹത്തിൽ കുടുംബത്തിന്റെ പങ്ക് എന്ന വിഷയത്തിലുള്ള ക്ലാസ്, ലെൻസ്ഫെഡ് കുടുംബാംഗങ്ങൾക്കായുള്ള വിവിധയിനം കലാകായിക സാഹിത്യ മത്സരങ്ങൾ എന്നിവയും ലെൻസ്ഫെഡ് കലാകാരന്മാർ ഒരുക്കുന്ന ഗാനവിരുന്നും ഉണ്ടാകും. 350ഓളം പേർ പരിപാടിയിൽ പങ്കെടുക്കും. നമ്മുടെ കുടുംബങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് എല്ലാ വർഷവും ഓണത്തിന്റെ സ്മരണകൾ നിലനിർത്തിക്കൊണ്ടുള്ള കുടുംബ സംഗമം, അത് തളിപ്പറമ്പ് താലൂക്കിലെ 150-ൽ പരം വരുന്ന മെമ്പർമാരുടെ ഭൂരിഭാഗം വരുന്ന കുടുംബങ്ങളെ അണിനിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി നമ്മുടെ സംഘടിപ്പിക്കുന്നത്. ഈ വർഷം കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ 17-ാം തീയതി മറ്റന്നാളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കുടുംബ 2016-ൽ ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് TCV ദിനേശ് കുമാർ, ജില്ലാ സെക്രട്ടറി K. കമലാക്ഷൻ, ജില്ലാ സംസ്ഥാന സമിതി അംഗങ്ങൾ എന്നിവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ MP സുബ്രഹ്മണ്യൻ, ബിനു ജോസഫ്, T. രാജീവൻ, A. മുകുന്ദൻ, P. ചന്ദ്രൻ, K. പ്രജിത്ത് എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്.
സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ ഇളവ് ലഭിച്ചതിനെതിരെ എങ്ങും പ്രതിഷേധം അലയടിക്കുന്നു. സൗമ്യ വധക്കേസിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞാലും ഗോവിന്ദച്ചാമിക്ക് ജയിലിൽ നിന്നും പെട്ടെന്ന് പുറത്തിറങ്ങാനാകില്ല. 2 കേസുകളിൽ കൂടി ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങാനാകുക 2022 ഒക്ടോബറിൽ. ശിക്ഷ ഇളവ് ലഭിച്ചത് പ്രോസിക്യൂഷന്റെ പരാജയമാണെന്നും ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ നിയമമന്ത്രി AK ബാലന് അർഹതയില്ലെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം V മുരളീധരൻ. ബക്കളം സ്വദേശിയും പറശ്ശിനിക്കടവ് AUP സ്കൂൾ പ്യൂണുമായ രജീഷിനെ കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് അറസ്റ്റിലായത് നെല്ലിയോട്ടെ പാർച്ചേനിത്തറയിൽ രാകേഷ്. ആസൂത്രിത കൊലപാതകമെന്ന് പോലീസ്. ചപ്പാരപ്പടവ് റോഡരികിൽ മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു. വൻ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കി അഴുകിയ ഇറച്ചി മാലിന്യങ്ങൾ തള്ളി. കുറ്റക്കാരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ.